കൂട്ടുകാരെ, അങ്ങനെ ഒരു ബാസ്ക്കറ്റ് നിറയെ എൻ്റെ മോനുള്ള സാധനങ്ങൾ, സ്കൂളിലേക്കുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനങ്ങളെല്ലാം. ബില്ലിട്ടതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ബില്ല് നോക്കി ചെക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ്. ഒരു ചുമട് സാധനമുണ്ട് നോക്കി, ഒരു കുട്ടികൾക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും, കുട്ടികളുടെ വാട്ടർ ബോട്ടിലോട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കി, സ്കൂബിയുടെ 1025 രൂപയുടെ ബാഗാണ്, 800 രൂപയുള്ളൂ കേട്ടോ. 100 രൂപയ്ക്കുള്ള ടിഫിൻ ബാഗാണ്, ഒരു കുഴപ്പമില്ല, വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും അങ്ങനെ കയറുമെന്ന് തോന്നുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള വാട്ടർ പ്രൂഫുള്ള ബാഗ്. 679 രൂപയുടെ ഈ റെയിൻ കോട്ട് 450 രൂപയ്ക്ക് കിട്ടി. കൂട്ടുകാരെ, ജൂണിങ് എത്തി. ജൂൺ 3-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ഓട്ടത്തിലൊക്കെ ആയിരിക്കും. ബാഗ് വാങ്ങണം, ചെരുപ്പും കുടകളും ഒക്കെ വാങ്ങണം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വലിയ ബസാറാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. അതും പകുതി വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്ന, ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ലാത്ത അടിപൊളി സാധനങ്ങൾ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബേക്കർ ജംഗ്ഷനിൽ റിസർവ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇനി നമുക്ക് ബസാറിനുള്ളിലെ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകളുടെ ഒരു അതിവിപുലമായ ശേഖരമാണ്. ഇന്ന് നല്ല മഴയായിരുന്നിട്ട് കൂടിയും അതിനെ വകവയ്ക്കാതെ എല്ലാവരും എത്തിച്ചേർന്നു. കാരണം ഈ തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തരത്തിലുള്ള ബാഗുകളും എല്ലാവരും പർച്ചേസിൻ്റെ തിരക്കിലാണ്. അമേരിക്കൻ ടൂറിസ്റ്റർ ബാഗ് കണ്ടോ, 3700 രൂപ വിലയുള്ളതാണ്. 2000 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ പല കമ്പനികളുടെയും നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളാണ്. ലോക്കൽ ബാഗുകളൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ കുടകളായാലും പല വർണ്ണങ്ങളിലുള്ള കുടകളുണ്ട്. 200 രൂപ മുതൽ കുടകൾ സ്റ്റാർട്ടിംഗ് ആണ്. കുടകൾ കാലം കുടയും ഫോൾഡിംഗ് കുടകളും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അടുത്തൊരു PG സ്റ്റീൽ വാട്ടർ ബോട്ടിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്കെല്ലാം ചൂട് വെള്ളം തന്നെ നമ്മൾ കൊടുത്തു വിടണം. അപ്പോൾ പ്ലാസ്റ്റിക് കൊടുത്തു വിടൽ ഇത് തന്നെ ഉപയോഗിക്കണം. ഇതിന് ഏകദേശം 170 രൂപയെ നമ്മുടെ നായിട്ടുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ വില വരുന്നത് 395 രൂപയാണ്. അതിന് പല കമ്പനികളുണ്ട്. ഇംബെക്സ്, നോൾട്ട, എല്ലാത്തിൻ്റെയും വെറൈറ്റി ഉണ്ട്. പിന്നെ ഞങ്ങൾ പോയത് കുഞ്ഞിന് മഴക്കാലമൊക്കെ അല്ലേ, ഒരു റെയിൻ കോട്ട് വാങ്ങിക്കണം. അടുത്ത ഡോളർ എന്ന കമ്പനിയുടെയാണ് കേട്ടോ. 429 രൂപയാണ് വില. പക്ഷേ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 310 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഞാനെടുത്ത് ഒരു നോൾട്ടയുടെ ലഞ്ച് ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. ഇതിൽ MRP അടിച്ചിരിക്കുന്ന 530 രൂപയാണ് കേട്ടോ. ഈ ഒരു പാത്രം ഞങ്ങൾ കുഞ്ഞ് വിലക്കുറവ് കൊണ്ടുകൊണ്ട് നമ്മളിത് മേടിച്ചത്. നമുക്കല്ലെങ്കിൽ വെളിയിലൊക്കെ ചെന്ന് മേടിക്കണമെങ്കിൽ നല്ല പൈസയാവും. കാരണം ഇതിനവർ 300 രൂപ എടുത്തുള്ളൂ. 300 രൂപ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ക്വാളിറ്റിയാണ്. ഈ സാധനം നമ്മൾ എടുത്തു കഴിയുമ്പോൾ തന്നെ ഈ അതിൻ്റെ ലോക്കൊക്കെ ഉണ്ടല്ലോ, നല്ല ഭയങ്കര നല്ല സെറ്റപ്പായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം ആഹാരമൊക്കെ വെച്ചുകൊണ്ട് പോകാനും 4 സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ സാധനം ഓപ്പൺ ആവുള്ളൂ. കണ്ടില്ലേ, 2 രീതിക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും. കറക്റ്റായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത്. ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. 300 രൂപയ്ക്ക് വേറെ ഒരിടത്തും ഈ നോൾട്ടയുടെ സാധനം കിട്ടത്തില്ല. ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ളത് അത് നോക്കി. നോൾട്ട എന്ന് പറഞ്ഞാൽ നോൾട്ട തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ബോക്സ് പെൻസിലൊക്കെ ഇടാൻ മേടിക്കുമ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇതാകുമ്പം ലെതറിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മറ്റേ സിബ് ടൈപ്പാണ്. ഇത് പ്രസ് ചെയ്താലൊന്നും ഒന്നും പറ്റത്തില്ല, ഒന്നും പെട്ടെന്ന് ഡാമേജ് ആകത്തില്ല. സിബ് വെച്ച് ഉപയോഗിക്കുന്ന സാധനമാണ്. 100 രൂപയുള്ളേ. സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പകുതി വിലയ്ക്ക് ഇവിടെ കിട്ടും. കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് ആയാലും സ്നാക്സ് ബോക്സുകളായാലും പല തരത്തിലും പല വലിപ്പത്തിലുമുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതെടുക്കണമെന്ന് ഡൗട്ടായിപ്പോവും. ചെറിയ വിലയ്ക്ക് തുടങ്ങി 150 രൂപയ്ക്ക് തുടങ്ങി 600 രൂപ വരെയുള്ള സാധനങ്ങളുണ്ട്. ഒന്നെടുക്കുമ്പം നമുക്കത് ഇഷ്ടപ്പെടും. അതിനേക്കാളും നല്ലതായിരിക്കും മറ്റേത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലഞ്ച് ബോക്സൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ബാഗില്ലേ, അതിന് 100 രൂപയേ ഉള്ളൂ. 100 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഏകദേശം 300 രൂപ വരെയുള്ള ഐറ്റംസ് ഉണ്ട്. ബുക്കിൻ്റെയൊക്കെ കളക്ഷൻസ് പറഞ്ഞാൽ കോളേജ് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് വരെയുള്ള ബുക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പല തരത്തിലും പല വെറൈറ്റിയുള്ള ബുക്സ് ഉണ്ട്. സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട്. പേനയൊക്കെ 5 രൂപയ്ക്ക് മുതൽ അടിപൊളി പേനകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന മാർക്കർ, ക്രയോൺസ്, അത് പ്രൊജക്റ്റ് വർക്കിന് ആവശ്യമായ സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് കാണുന്ന രീതിയിലും സെലക്ട് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഒരു കുടക്കീഴിൽ തന്നെ നമുക്കിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്സരയുടെ പെൻസിലൊക്കെ ഒരു സെറ്റായിട്ട് എടുക്കുമ്പോൾ നല്ല വില കുറച്ചാണ് കിട്ടുന്നത് കേട്ടോ. ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. 1/2 ലിറ്റർ, 1 ലിറ്റർ അങ്ങനെയുള്ളതാണ്. 70 രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 70 രൂപ മുതൽ 150 രൂപ വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പോഴാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. അടുത്ത് പിന്നെ ഹെൽമെറ്റിൻ്റെ സെക്ഷനിലേക്ക് വന്നു. അവിടെ കുട്ടികൾക്കുള്ള ഹെൽമെറ്റ് 1200 രൂപ MRP ഉള്ളത് 820 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് ബ്രാൻഡഡ് സ്റ്റീൽ ബേഡ് ഹെൽമെറ്റാണ്. നോട്ട്ബുക്കുകളുടെ കളക്ഷൻ നോക്കിയാൽ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പറഞ്ഞൊന്നും തരാനൊക്കത്തില്ല, അതുപോലുണ്ട്. ഇത് 20 രൂപയുടെ ബുക്കാണ്. ആദ്യമായിട്ടൊക്കെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വരി തെറ്റാതെ എഴുതാനൊക്കെ ഇത് നല്ല രീതിക്ക് ഉപകരിക്കും. തുടക്കക്കാരായ കുട്ടികൾക്കുള്ള അക്ഷരമാല ബുക്കുകളും അതുപോലെ തന്നെ ഡ്രോയിങ് ബുക്കുകളും ഇവിടെ കിട്ടും.
ഈ സ്റ്റീൽ പാത്രം കണ്ടോ, ഒരു കുഞ്ഞു പാത്രമാണേ. അത് കണ്ടപ്പോൾ എനിക്ക് ഭംഗി തോന്നി ഞാൻ എടുത്തണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ചെറുതും വലുതുമായ ഒരുപാട് പാത്രങ്ങൾ. ഇത് കണ്ടില്ലേ, ഇത് ബോക്സാണ്, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുക. 100 രൂപയുള്ളൂ ഈ സാധനത്തിന്. അതുപോലെ തന്നെ റോൾ പേപ്പേഴ്സ്, അതുപോലെ ഒരുപാട് വെറൈറ്റിയിലാണ് ആ കളർ റോൾ പേപ്പറുകളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ അങ്ങോട്ട് ചെന്താ 100 രൂപയുടെ ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ അത് ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. പെട്ടെന്നൊന്നും ചീത്തയായി പോവില്ല. പിന്നെ ഷൂവിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട്. എനിക്ക് ഷൂ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നേരെ പോയത് ബില്ലിംഗ് സെക്ഷനിലേക്കാണ്. ഒരു രക്ഷയുമില്ല കേട്ടോ. കാർഡിൻ്റെ സെക്ഷൻ വേറെ, ക്യാഷിൻ്റെ സെക്ഷൻ വേറെ, എല്ലാം വേറെ വേറെയാണ് കേട്ടോ. എല്ലാവരും അറിയാതൊക്കെ മാറിയും തിരിഞ്ഞോ ക്യൂ നിൽക്കും, എന്നാലും അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ബില്ലടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കേട്ടോ. ആ ഉള്ള സമയത്തിനിടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവഗണിച്ചായാലും ഇവിടെ ഒന്ന് വന്ന് നോക്കണം. ഇത് പോലീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു സ്ഥാപനമാണ് കേട്ടോ. അവർ നമുക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ഇങ്ങനൊരു സംരംഭം തുടങ്ങിയതിനോട് നമുക്ക് അതിയായ സന്തോഷമുണ്ട്.